മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ച് എൻസൈം ആപ്ലിക്കേഷനെ ബേസ് ചെയ്ത് കുറച്ച് MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻസൈം ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ഡയഗ്നോസിംഗ് ലിവർ ഡിസീസ്? അപ്പം എൻസൈം ആപ്ലിക്കേഷന് ഡയഗ്നോസ് ചെയ്യുന്ന കുറച്ച് എൻസൈംസ് ഉണ്ട്, തെറാപ്യൂട്ടിക് എൻസൈംസ് ഉണ്ട്, അതായത് തെറാപ്പി, അതായത് ഡിസീസിനെ ക്യൂർ ചെയ്യാൻ പറ്റുന്ന എൻസൈംസ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു മൂന്നും ഫോക്കസ് ചെയ്താണ് നമ്മൾ ഇന്നത്തെ MCQs കവർ ചെയ്തേക്കുന്നത്. അപ്പം ലിവർ ഡിസീസിനെ ഡയഗ്നോസ് ചെയ്യുന്ന ഏത് എൻസൈം ആണെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ അമൈലേസ്, ബി ലിപ്പേസ്, സി അലനൈൻ അമിനോ ട്രാൻസ്ഫറേസ്, ഡി യൂറിയേസ്. ലിവർ ഡിസീസിൽ മെയിൻലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എൻസൈം ആണ് അലനൈൻ അമിനോ ട്രാൻസ്ഫറേസ്, ALT എന്ന് പറയുന്ന എൻസൈം. ഓക്കെ, അമൈലേസ് ആണെങ്കിൽ പാൻക്രിയാറ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ ഡയഗ്നോസ് ചെയ്യുന്ന എൻസൈം ആണ്. ലിപ്പേസ് ആണെങ്കിൽ അതും പാൻക്രിയാറ്റിക് ടിഷ്യൂസിന്റെ എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഒക്കെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. യൂറിയസ് ആണെങ്കിൽ ലിവർ ഡിസീസ് അല്ല, യൂറിയയുടെ എസ്റ്റിമേഷനൊക്കെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന എൻസൈംസ് ആണ് യൂറിയസ്. അപ്പൊ കറക്റ്റ് ലിവർ ഡിസീസിനുള്ളത് കറക്റ്റ് ALT, അലനൈൻ അമിനോ ട്രാൻസ്ഫറേസ്. അതുപോലെ തന്നെ അസ്പർട്ടേറ്റ് അമിനോ ട്രാൻസ്ഫറേസും ലിവർ ഡിസീസിന് വരുന്നതാണ്, അസ്പർട്ടേറ്റ് അമിനോ ട്രാൻസ്ഫറേസ്. ക്വസ്റ്റ്യൻ നമ്പർ 2, what is the primary function of therapeutic enzyme? തെറപ്യൂട്ടിക് എൻസൈമിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താ? തെറാപ്പി ആണ്. തെറാപ്പി എന്ന് പറഞ്ഞാൽ ക്യൂർ ചെയ്യുക. നമുക്ക് നോക്കാം ഓപ്ഷൻസ്. ടു ഡയഗ്നോസ് ജനറ്റിക് ഡിസോർഡേഴ്സ്, ബി ടു ക്യൂർ ഡിസീസസ് ബൈ ബ്രേക്കിംഗ് ഡൗൺ സ്പെസിഫിക് സബ്സ്റ്റൻസ്, സി ടു സ്റ്റെബിലൈസ് ഫുഡ് പ്രോഡക്ട്സ്, ഡി ടു അസിസ്റ്റ് ഇൻ ദ ബ്രൂയിങ് ഇൻഡസ്ട്രി. ക്യൂർ ചെയ്യാനാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇതിന്റെ അകത്ത് വരുന്ന കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബി ടു ക്യൂർ ഡിസീസ് ബൈ ബ്രേക്കിംഗ് ഡൗൺ സ്പെസിഫിക് സബ്സ്റ്റൻസ്. ഡയഗ്നോസ് ജനറ്റിക് ഡിസോർഡർ ഡയഗ്നോസ്റ്റിക് എൻസൈംസ് ആയിരിക്കും. ഫുഡ് പ്രോഡക്ട്സിലും ബ്രൂയിങ് ഇൻഡസ്ട്രിയിലൊക്കെ വരുന്ന ഇൻഡസ്ട്രിയൽ റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് ആണ്. തെറാപ്യൂട്ടിക് എൻസൈംസ് അതിന്റെ അകത്ത് ഇൻവോൾവ് ചെയ്യത്തില്ല. ക്വസ്റ്റ്യൻ നമ്പർ 3, which enzyme is used in detergent for stain removal? സ്റ്റെയിനിന്റെ സ്റ്റെയിൻ റിമൂവ് ചെയ്യാൻ ഡിറ്റർജന്റിലെസ് വാഷിംഗ് പൗഡറിലൊക്കെ യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണ്? പ്രോട്ടിയേസ്, പെക്റ്റിനേസ്, ഇൻവെർട്ടേസ്, ഗ്ലൂക്കോസ് ഐസോമറേസ്. കറക്റ്റ് ഓപ്ഷൻ എന്താന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ പ്രോട്ടിയേസ് ആണ്. ഓപ്ഷൻ എ പ്രോട്ടിയേസ്. കാരണം നമ്മളുടെ ക്ലോത്തിലൊക്കെ വരുന്ന സ്റ്റെയിന് കൂടുതലും പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളതാണ്. അപ്പൊ ആ പ്രോട്ടീൻ കണ്ടന്റിനെ ബ്രേക്ക് ചെയ്ത് റിമൂവ് ചെയ്യണമെങ്കിൽ പ്രോട്ടിയേസ് എന്ന് പറഞ്ഞ എൻസൈംസ് വന്നാലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ പെക്റ്റിനേസും ഇൻവെർട്ടേസും ഗ്ലൂക്കോസ് ഐസോമറേസും ഒന്നും ഡിറ്റർജന്റ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യത്തില്ല. Which enzyme is used in the cheese industry for casein coagulation? Casein എന്ന് പറഞ്ഞ മിൽക്കിലെ ഒരു പ്രോട്ടീൻ ആണ്. അങ്ങനെ മിൽക്കിന്റെ കൊയാഗുലേഷൻ, അതായത് കേസിൻ എന്ന് പറഞ്ഞ പ്രോട്ടീന്റെ കൊയാഗുലേഷൻ വഴി ചീസ് ഇൻഡസ്ട്രിയിലെ ചീസിനെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണെന്നാണ്. ഓപ്ഷൻ എ അമൈലേസ്, ബി റെനെറ്റ്, സി ലിപ്പേസ്, ഡി പെൻസിലിൻ അസൈലേസ്. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റെനെറ്റ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ആണ്. റെനിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് ശരിക്കും എന്താണ് കേസിന്റെ കോയാഗുലേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. അമൈലേസും ലിപ്പേസും പെൻസിലിനും ഒന്നും ചീസ് ഇൻഡസ്ട്രിയിൽ കേസിൻ കോയാഗുലേഷൻ ഇൻവോൾവ് ചെയ്തിട്ടില്ല. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റെനിൻ എന്ന് പറയുന്ന എൻസൈം ആണ്. അടുത്തത്, which enzyme is responsible for breaking down lactose in dairy product? ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാം. അത് കേൾക്കുമ്പോഴേ നമുക്കറിയാം ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈം ആയിരിക്കും. അപ്പൊ ഡയറി പ്രോഡക്ട്സിൽ കൂടുതലും ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈം ആയിരിക്കും. അപ്പം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അമൈലേസ്, ലിപ്പേസ്, പ്രോട്ടിയേസ് ഒന്നും ലാക്ടോസിന്റെ ബ്രേക്ക് ഡൗണിനെ ഹെൽപ്പ് ചെയ്യത്തില്ല. ലാക്ടേസ് ആണ് കറക്റ്റ് ഓപ്ഷൻ. അമൈലേസ് നമുക്കറിയാം സ്റ്റാർച്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ്. ലിപ്പേസ് നമുക്കറിയാം ലിപ്പിഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അതുപോലെ ലിപ്പേസ് ചീസിന്റെ ഫ്ലേവർ ഇൻക്രീസ് ചെയ്യാനുള്ളൊക്കെ അതിനെ യൂസ് ചെയ്യും. പ്രോട്ടിയേസ് നമുക്കറിയാം പ്രോട്ടീനെ, ലിപ്പേസ് ലിപ്പിഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ, പ്രോട്ടിയേസ് പ്രോട്ടീനെ ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാനും, ലാക്ടേസ് ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനും. ഓക്കെ, അപ്പൊ അതാണ് 5th ക്വസ്റ്റ്യൻ. 6th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഇസ് ദ റോൾ ഓഫ് ഗ്ലൂക്കോസ് ഐസോമറേസ് ഇൻ ദ ഫുഡ് ഇൻഡസ്ട്രി? ഫുഡ് ഇൻഡസ്ട്രിയിലെ ഗ്ലൂക്കോസ് ഐസോമറേസിന്റെ റോൾ എന്താണ്? കൺവേർട്ട് ഗ്ലൂക്കോസ് ഇൻറ്റു ഫ്രക്ടോസ്, കൺവേർട്ട് സൂക്രോസ് ഇൻറ്റു ഗ്ലൂക്കോസ്, കൺവേർട്ട് സ്റ്റാർച്ച് ഇൻറ്റു മാൾട്ടോസ്, convert lactose into galactose.
ഐസോമറൈസ് എൻസൈം ആണ്, നമുക്കറിയാം ഐസോമറൈസേഷൻ ആണ്, ഐസോമറിസം റിയാക്ഷൻ ആണ്. അപ്പൊ ഗ്ലൂക്കോസിനെ ഫ്രക്ടോസിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആ ഒരു റിയാക്ഷൻ ആയിരിക്കും ഗ്ലൂക്കോസ് ഐസോമറൈസ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അടുത്ത ഓപ്ഷൻസ് നമ്മൾ നോക്കാം. സൂക്രോസ് ഇൻറ്റു ഗ്ലൂക്കോസ് കൺവേർഷന് ഹെൽപ്പ് ചെയ്യുന്ന സൂക്രേസ് ആണ്, ഒരിക്കലും ഗ്ലൂക്കോസ് ഐസോമറൈസ് അല്ല. ഗ്ലൂക്കോസ് ഐസോമറൈസിന്റെ കൺവേർഷൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ഇൻറ്റു ഫ്രക്ടോസ് ആയിരിക്കും. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ എ ആണ്. സൂക്രോസ് ഇൻറ്റു ഗ്ലൂക്കോസ് ആണെങ്കിൽ സൂക്രേസ് എന്ന് പറയുന്ന എൻസൈം ആയിരിക്കും, അല്ലെങ്കിൽ ഇതിനെ ഇൻവെർട്ടേസ് എന്നും പറയും കേട്ടോ, ഇൻവെർട്ടേസ് എന്ന് പറയും. സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ അമൈലേസ് എന്ന് പറയുന്ന എൻസൈം ആയിരിക്കും. അതുപോലെ ലാക്ടോസിനെ ഗാലക്ടോസ് ആക്കുന്നത് ഏതാണ്? ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈം ആയിരിക്കും. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ഇത്രയും എൻസൈംസിന്റെ ഫങ്ഷൻസ് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം കറക്റ്റ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കൺവേർട്ട് ഗ്ലൂക്കോസ് ഇൻറ്റു ഫ്രക്ടോസ് ആയിരിക്കും. ഗ്ലൂക്കോസ് ഐസോമറൈസ് എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കോസിനെ ഫ്രക്ടോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is an intracellular enzyme used on a large scale industry? ഒരു ഇൻട്രാസെല്ലുലാർ എൻസൈം ആണ് ലാർജ് സ്കെയിലിൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നു. ഏത് എൻസൈം ആണ്? പെക്റ്റിനേസ് ആണോ? പെക്റ്റിനേസ് അല്ല, എപ്പോഴും ഓർത്തണം. പെക്റ്റിനേസ് ഫ്രൂട്ട് പീലിന്റെ അകത്ത് വരുന്നതാണ്. ഫ്രൂട്ട് പീലില്, ഫ്രൂട്ടിന്റെ തൊലിയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു എൻസൈമാണ് പെക്റ്റിനേസ്. ലിപ്പേസ് നമുക്കറിയാം, ലിപ്പിഡിന്റെ ഹൈഡ്രോളിസിസ്. പ്രോട്ടീസ് നമുക്കറിയാം, പ്രോട്ടീന്റെ ഹൈഡ്രോളിസിസ്. അപ്പോ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയിൽ ഇൻട്രാസെല്ലുലാർ എൻസൈം ഏതാണ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്? ഗ്ലൂക്കോസ് ഐസോമറൈസ്. നമുക്ക് ഫ്രൂട്ട് ജ്യൂസസ്, ഫ്രൂട്ട് സിറപ്പ്, ഗ്ലൂക്കോസ് ഫ്രക്ടോസ് സിറപ്പുകളൊക്കെ ലാർജ് സ്കെയിലിൽ ഉണ്ടാക്കണമെങ്കിൽ ഈ ഗ്ലൂക്കോസ് ഐസോമറൈസ് എന്ന് പറയുന്ന എൻസൈംസ് ആണ് യൂസ് ചെയ്യുന്നത് ഫുഡ് ഇൻഡസ്ട്രിയിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 8, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പെക്റ്റിനേസ് ഇൻ ദ ഫുഡ് ഇൻഡസ്ട്രി? ഞാൻ പറഞ്ഞു പെക്റ്റിനേസ് എപ്പോഴും ഫ്രൂട്ട് റിലേറ്റഡ് ആയിരിക്കും. അപ്പം അതാണ് എപ്പോഴും ഓർത്തിരിക്കാനുള്ള ഒരു ഇത്. പെക്റ്റിനേസ്, പെക്റ്റിൻ എപ്പോഴും ഫ്രൂട്ടിന്റെ തൊലിയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഫുഡ് ഇൻഡസ്ട്രിയിൽ പെക്റ്റിനേസിന്റെ ഫംഗ്ഷൻ എന്താണ് നോക്കാം. ഓപ്ഷൻ എ, എൻഹാൻസിങ് ദ ഫ്ലേവർ ഓഫ് ചീസ്. ചീസിന്റെ ഫ്ലേവർ ഇൻക്രീസ് ചെയ്യല്ല. ബ്രേക്കിംഗ് ഡൗൺ പെക്റ്റിൻ ഇൻ ഫ്രൂട്ട് ജ്യൂസസ് അതായിരിക്കും. ഹൈഡ്രോളൈസിങ് ലാക്ടോസ് ആണോ? അല്ല. ഡി, ഹൈഡ്രോളൈസിങ് ഗ്ലൂക്കോസ് ഐസോമറേഷൻ ആണോ? അല്ല. അപ്പൊ ദ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, ബ്രേക്കിംഗ് ഡൗൺ പെക്റ്റിൻ ഇൻ ഫ്രൂട്ട് ജ്യൂസസ്. ഫ്രൂട്ട് ജ്യൂസിന്റെ ഫ്രൂട്ട് പീലിലുള്ള പെക്റ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാം, ഫ്രൂട്ട് ജ്യൂസസ് എന്നിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. Next question, which enzyme is used in the baking industry to improve dough preparation? കേക്ക് ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ പല ഡൗ പ്രിപ്പറേഷനിലും ഈ ബേക്കിങ്ങില് ഡൗന്റെ ഇത് ഇംപ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണ്? അമൈലേസ് ആണോ? പ്രോട്ടിയേസ് ആണോ? ലിപ്പേസ് ആണോ? യൂറിയേസ് ആണോ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, അമൈലേസ് ആണ്. അമൈലേസ് എന്താ ചെയ്യുന്നത്? സ്റ്റാർച്ചിനെ സിമ്പിൾ ഷുഗേഴ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, അങ്ങനെ ഡൗ പ്രിപ്പറേഷനിൽ ഇംപ്രൂവ് ചെയ്യുന്നു. ഓക്കെ, സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് amylase. Next question, which enzyme is used for stone washing of denim? Denim എന്ന് പറഞ്ഞാൽ ഒരു ക്ലോത്ത് മെറ്റീരിയൽ ആണ്. അതിന്റെ സ്റ്റോൺ വാഷിംഗിൽ യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണെന്നാണ്. അപ്പൊ എപ്പോഴും ഓർക്കുക, ടെക്സ്റ്റൈൽ റിലേറ്റഡ് അല്ലെങ്കിൽ ക്ലോത്ത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ, എൻസൈംസിന്റെ വരുവാണെങ്കിൽ സെല്ലുലേസ് എന്ന് പറയുന്ന എൻസൈംസ് ആയിരിക്കും അവിടെ വരുന്നത്. ഓർത്തോണം, ടെക്സ്റ്റൈൽ റിലേറ്റഡ് ആപ്ലിക്കേഷൻ ഓഫ് എൻസൈംസ്, ക്ലോത്ത് റിലേറ്റഡ് ആപ്ലിക്കേഷൻ ഓഫ് എൻസൈംസ് വരുവാണെങ്കിൽ സെല്ലുലേസ് എന്ന് പറയുന്ന എൻസൈം ആയിരിക്കും വരുന്നത്. അപ്പൊ നോക്കാം, ഇവിടെ സ്റ്റോൺ വാഷിംഗ് ഓഫ് ഡെനിം, ഡെനിം എന്ന് പറഞ്ഞൊരു ക്ലോത്ത് മെറ്റീരിയൽ ആണ്. ഇവിടെ വരുന്ന എൻസൈംസ് ഏതാണെന്നാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അമൈലേസ്, സെല്ലുലേസ്, ലിപ്പേസ്, ഇൻവെർട്ടേസ്. ഇവിടെ വരുന്നത് സെല്ലുലേസ് എന്ന് പറയുന്ന എൻസൈം ആയിരിക്കും. ഓപ്ഷൻ ബി ആണ്, ബി ആണ് കറക്റ്റ് ആൻസർ. ബി ആണ്, സെല്ലുലേസ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അമൈലേസ് നമുക്കറിയാം സ്റ്റാർച്ചിന്റെ ഹൈഡ്രോളിസിസ്, ലിപ്പേസ് ലിപ്പിഡിന്റെ ഹൈഡ്രോളിസിസ്, ഇൻവെർട്ടേസ് സൂക്രോസിനെ ഗ്ലൂക്കോസ് ആക്കുന്നതൊക്കെ റിയാക്ഷൻ ആയിരിക്കും കാറ്റലൈസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എൻസൈം ഈസ് യൂസ്ഡ് ഇൻ ദ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഫോർ റിസോൾവിംഗ് റെസമിക് മിക്സ്ചേഴ്സ്?
ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഒരു ഡ്രഗിന്റെ പ്രിപ്പറേഷൻ ആവും. ഡ്രഗിന്റെ പ്രിപ്പറേഷൻ വരുമ്പോഴത്തേന് റെസിമിക് മിക്സർ, അതായത് ഇംപ്യൂർ ആയിട്ടുള്ള കോമ്പൗണ്ട് ഇടയ്ക്ക് ഫോം ചെയ്യും. ആ ഇംപ്യൂർ ആയിട്ടുള്ള കോമ്പൗണ്ടിന്റെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ മാറ്റിയിട്ട് ഒരു പ്യൂർ ഡ്രഗ് ആക്കണമെങ്കിൽ അവിടെ ഒരു എൻസൈം യൂസ് ചെയ്യും. ആ എൻസൈം ഏതാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ പെൻസിലിൻ അസൈലേസ്, പ്രോട്ടിയേസ്, ലിപ്പേസ്, യൂറിയേസ്. ഇവിടെ വരുന്ന ഉത്തരം ഏതാന്ന് ചോദിച്ചാൽ ലിപ്പേസ് ആണ്. ലിപ്പേസ് ആണ് ഈ കൈറൽ ഡ്രഗ് മിക്സ്ചേഴ്സിനെ എനാൻഷ്യമറിക്കലി പ്യൂർ കോമ്പൗണ്ട്സ് ആക്കുന്നത്. ലിപ്പേസ് എൻസൈം ആണ് എപ്പോഴും ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്. പ്യൂർ ഡ്രഗ് ആക്കാൻ വേണ്ടിയിട്ട് ലിപ്പേസ് ആണ് യൂസ് ചെയ്യുന്നത്. പെനിസിലിൻ അസൈലേസ് നമുക്കറിയാം ഒരു ആന്റിബയോട്ടിക് ആണ്. അപ്പൊ ആന്റിബയോട്ടിക്കിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് പെനിസിലിൻ അസൈലേസ് വരുന്നത്. യൂറിയേസ് നമുക്കറിയാം യൂറിക് ആസിഡിന് യൂറിയയുടെ ബ്രേക്ക് ഡൗണിന് ഇൻവോൾവ് ചെയ്യുന്നതാണ് യൂറിയേസ്. അപ്പൊ യൂറിയയുടെ എസ്റ്റിമേഷനിലൊക്കെ യൂറിയേസിന്റെ ഇതായിരിക്കും ഡയഗ്നോസിസ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത് യൂറിയേസ്. പ്രോട്ടിയേസ് നമുക്കറിയാം പ്രോട്ടിയേസ് പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അവിടെ റെസിമിക് മിക്സ്ചറിന്റെ ഇൻവോൾവ്മെന്റ് ഒന്നും വരുന്നില്ല. അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ലിപ്പേസ് ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് പെൻസിലിൻ അസൈലേസ്? ഞാൻ പറഞ്ഞു എന്താ, നാച്ചുറൽ ആയിട്ടുള്ള പെൻസിലിൻ ആന്റിബയോട്ടിക്കിനെ ഒരു സെമി സിന്തറ്റിക് പെൻസിലിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഒക്കെ നോക്കാം. കൺവേർട്സ് ഗ്ലൂക്കോസ് ഇൻടു ഫ്രക്ടോസ്, ഒരിക്കലും അല്ല. യൂസ്ഡ് ഫോർ ചീസ് കോയാഗുലേഷൻ, ഒരിക്കലും അല്ല. റിമൂവ് സ്റ്റെയിൻസ് ഫ്രം ഫാബ്രിക്സ്, അല്ല, ഒരിക്കലും അല്ല. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താ, കൺവേർട്സ് നാച്ചുറൽ പെൻസിലിൻ ഇൻടു സെമി സിന്തറ്റിക് പെൻസിലിൻ. അതാണ് പെൻസിലിൻ അസൈലേസിന്റെ ഫംഗ്ഷൻ. വിച്ച് എൻസൈം ഈസ് യൂസ്ഡ് ഇൻ കൊളസ്ട്രോൾ എസ്റ്റിമേഷൻ? കൊളസ്ട്രോൾ എസ്റ്റിമേഷനിൽ 2-3 എൻസൈം വരുന്നുണ്ട്. ഇതില് വരുന്ന ഒരു എൻസൈം ഏതാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഓപ്ഷൻസിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടും. യൂറിക്കേസ് അല്ല ഒരിക്കലും, ലിപ്പേസ് അല്ല, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രജനേസും അല്ല. കൊളസ്ട്രോളിന്റെ എസ്റ്റിമേഷനിൽ കൊളസ്ട്രോൾ ഓക്സിഡേസ് ആണ് കൊളസ്ട്രോൾ എസ്റ്റിമേഷന്റെ ഡയഗ്നോസിൽ വരുന്നത്. ഇത് നമുക്ക് കൊളസ്ട്രോൾ എത്രത്തോളം ഉണ്ട് എന്ന്, ഇപ്പം ബ്ലഡിന്റെ അകത്തൊക്കെ കൊളസ്ട്രോൾ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ അറിയണമെങ്കിൽ ബ്ലഡ് ഇട്ട് കൊടുത്താൽ ഈ എൻസൈം ഒക്കെ ഇട്ട് കൊടുത്ത് എത്രത്തോളം കൊളസ്ട്രോൾ ഉണ്ടെന്ന് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഡയഗ്നോസിസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻസൈം ഒരു ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. അപ്പം കൊളസ്ട്രോളിന്റെ എസ്റ്റിമേഷന് യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണ്? ഏത് എൻസൈം യൂസ് ചെയ്താണ് കൊളസ്ട്രോൾ എസ്റ്റിമേഷൻ നടത്തുന്നത്? കൊളസ്ട്രോൾ ഓക്സിഡേസ്. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 14 നമുക്ക്, വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് എസ്റ്ററേസ് ഇൻ കൊളസ്ട്രോൾ എസ്റ്റിമേഷൻ? അപ്പൊ രണ്ടാമത് വരുന്ന അടുത്തൊരു എൻസൈം ആണ് എസ്റ്ററേസ് എന്ന് പറഞ്ഞ എൻസൈം. ആ എസ്റ്ററേസിന്റെ റോൾ എന്താണെന്നാണ് ചോദിക്കുന്നത് കൊളസ്ട്രോൾ എസ്റ്റിമേഷനിൽ. കൺവേർട്സ് കൊളസ്ട്രോൾ എസ്റ്റർ ഇൻടു കൊളസ്ട്രോൾ. ബി കൺവേർട്സ് കൊളസ്ട്രോൾ ഇൻടു ഗ്ലൂക്കോസ്. സി കൺവേർട്സ് സൂക്രോസ് ഇൻടു ഫ്രക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ്. ഡി കൺവേർട്സ് അമിനോ ആസിഡ്സ് ഇൻടു പ്രോട്ടീൻസ്. ഏതായിരിക്കും? നമുക്ക് ഈ ഓപ്ഷൻസിൽ തന്നെ ഈ എൻസൈമിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും എസ്റ്ററേസിന്റെ ഫംഗ്ഷൻ എന്താണ്. കൺവേർട്സ് കൊളസ്ട്രോൾ എസ്റ്റർ ഇൻടു കൊളസ്ട്രോൾ. ഓക്കെ, കൊളസ്ട്രോൾ എസ്റ്ററിനെ കൊളസ്ട്രോൾ ആക്കുക. മറ്റേ ഇതുകൾ ഒന്നും എന്താണ് കൊളസ്ട്രോളിന്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഓപ്ഷൻസും അല്ല. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ. Which enzyme is used in lactose intolerance treatment? നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് തന്നെ കിട്ടും. ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തില് ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈം, ലാക്ടേസ് എൻസൈം ഇല്ല. അതായത് ഇപ്പം പാല് കുടിച്ചാൽ ആ പാല് ഡൈജസ്റ്റ് ആവത്തില്ല, കാരണം ലാക്ടേസ് എന്ന് പറഞ്ഞ എൻസൈം ഇല്ല. അപ്പൊ ലാക്ടോസ് ഇൻടോളറൻസ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് എൻസൈമാണ് യൂസ് ചെയ്യുന്നേ? ലാക്ടേസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പം ലാക്ടോസ് ഇല്ലടങ്ങാത്ത മിൽക്ക് പൗഡർ ഉണ്ട്. അപ്പം ആ മിൽക്ക് പൗഡർ എങ്ങനെ ഉണ്ടാക്കുന്നത്? ലാക്ടേസ് എൻസൈം ഇട്ടിട്ട് ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസും ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത പ്രോഡക്റ്റ് ആയിരിക്കും അത്. അപ്പം വയറ്റിൽ ചെന്നാലും എന്താ, ഗ്ലൂക്കോസും ഗാലക്ടോസും അല്ലേ ചെല്ലുന്നേ. അപ്പൊ ഡൈജഷന് എളുപ്പമാവും. ലാക്ടേസ് ഇല്ലാത്തത് കൊണ്ട് ലാക്ടേസ് വെച്ച് ഓൾറെഡി എന്താണ് ഇൻഡസ്ട്രിയിൽ അപ്ലൈ ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്തതിന് ശേഷം എന്താണ് ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ലാക്ടോസ് ഇൻടോളറൻസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഫുഡ് പ്രോഡക്ട്സ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്നു. അപ്പം ഈ എൻസൈം ഏതാണ്? ലാക്ടേസ് എൻസൈം. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്.
അപ്പൊ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. വിച്ച് എൻസൈം ഈസ് യൂസ് ടു റിമൂവ് ഫൈലിംഗ് ഇൻ ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി? ഇപ്പൊ ഞാൻ പറഞ്ഞു ടെക്സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലെ ടെക്സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ കാര്യങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണെന്ന് ഞാൻ പറഞ്ഞു. സെല്ലുലേസ്. ക്ലോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രി പരമായിട്ടുള്ള എൻസൈംസ് ആണ് സെല്ലുലേസ്. അപ്പം സെല്ലുലേസ് ആണ് റിമൂവ് പൈലിംഗ് ഇൻ ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ പൈലിംഗ് റിമൂവ് ചെയ്യാൻ, ക്ലോത്തിന്റെ പൈലിംഗ് റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണ്? ഓപ്ഷൻ ഡി, സെല്ലുലേസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എൻസൈം ഈസ് യൂസ്ഡ് ഇൻ ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ? ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണ്? യൂറിയേസ് ആണോ? യൂറിയസ് അല്ല, കാരണം അത് യൂറിയ എസ്റ്റിമേഷനിലുള്ളതാണ്. ലിപ്പേസും അല്ല, പെക്റ്റിനേസും അല്ല. ഗ്ലൂക്കോസിന്റെ എസ്റ്റിമേഷന് പെക്റ്റിനേസ് നമുക്കറിയാം ഫ്രൂട്ട് റിലേറ്റഡ് ആണ്. ലിപ്പേസ് നമുക്കറിയാം ലിപ്പിഡിന്റെ ഹൈഡ്രോളിസിസ് ആണ്. യൂറിയസ് യൂറിയ എസ്റ്റിമേഷന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ല യൂറിയനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ യൂസ് ചെയ്ത എൻസൈം എന്താ ചോദിച്ചാൽ ഹെക്സോകൈനേസ്. ഓപ്ഷൻ ബി, ഹെക്സോകൈനേസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എൻസൈം ഈസ് യൂസ്ഡ് ഇൻ ലെതർ ഇൻഡസ്ട്രി ഫോർ ഡീഹെയറിംഗ് ഹൈറ്റ്സ്? അതായത് ലെതറിന് ഉപയോഗിക്കുന്നത് നമ്മളുടെ ആനിമൽസിന്റെ സ്കിന്നാണ്. അപ്പൊ ആ സ്കിന്നിൽ നിന്ന് ഹെയർ റിമൂവ് ചെയ്യാനും ആ ലെതറിനെ സപ്പിൾ ആൻഡ് സോഫ്റ്റ് ആക്കാൻ യൂസ് ചെയ്യത്തക്കവണ്ണം ആക്കാനും ഏത് എൻസൈമാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അമൈലേസ്, ഓപ്ഷൻ ബി പ്രോട്ടിയേസ്, ഓപ്ഷൻ സി ലിപ്പേസ്, ഓപ്ഷൻ ഡി സെല്ലുലേസ്. അപ്പം ഡീഹെയറിംഗ് ഹൈറ്റ്സ് ലെതർ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന എൻസൈം ആണ് ഏതാ? പ്രോട്ടിയേസ്. ഓപ്ഷൻ ബി, പ്രോട്ടിയേസ്. ഡീഹെയറിംഗ് ഹൈറ്റ്സ്, ഹൈഡിന്റെ ഷീപ്പ്, ഗോട്ട് അതിന്റെ ഒക്കെ സ്കിന്നിൽ നിന്നും ഹെയർ റിമൂവ് ചെയ്ത് ലെതറിനെ അല്ലെങ്കിൽ സ്കിന്നിനെ സോഫ്റ്റ് ആൻഡ് യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എൻസൈം ആണ് പ്രോട്ടിയേസ് എൻസൈം. ഓപ്ഷൻ ബി. Which enzyme is responsible for hydrolyzing sucrose into glucose and fructose? നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. സുക്രോസിന്റെ ഹൈഡ്രോളിസിസ് നടത്തുന്ന എൻസൈം ആണ് സൂക്രേസ്. സൂക്രേസ് അല്ലെങ്കിൽ അതിന്റെ വേറെ പേരാണ് ഇൻവെർട്ടേസ്. നമുക്കറിയാം ലാക്ടേസ് ലാക്ടോസിനെ ഹൈഡ്രോളൈസ് ചെയ്യുന്നു. അമൈലേസ് സ്റ്റാർച്ച് ആണ്. പെക്റ്റിനേസ് പെക്റ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അത് ഫ്രൂട്ടിന് റിലേറ്റഡ് ആണ്. അപ്പം സൂക്രേസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് സൂക്രേസ് അല്ലെങ്കിൽ ഇൻവെർട്ടേസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എൻസൈം ഈസ് യൂസ് ടു റിസോൾവ് ഡി ആൻഡ് എൽ അമിനോ ആസിഡ്സ് ഫ്രം എ റെസിമിക് മിക്സ്ചർ? അതായത് അമിനോ ആസിഡിന്റെ ഡി ആൻഡ് എൽ ഫോം അത് റിസോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണെന്ന് ഓക്കെ നമുക്ക് നോക്കാം. അസൈലേസ് എൻസൈം ആണ്. ഡി ആൻഡ് എൽ അമിനോ ആസിഡ് റെസിമിക് മിക്സ്ചറിനെ ഡി ആൻഡ് എൽ ഫോം ഓഫ് അമിനോ ആസിഡിനെ റിസോൾവ് ചെയ്യുന്ന എൻസൈം ആണ് അമിനോ ആസിഡ് അസൈലേസ് എന്ന് പറഞ്ഞ എൻസൈം. ലിപ്പേസ് ഒരിക്കലും വരത്തില്ല. പെൻസിലിൻ അസൈലേസ് ഞാൻ പറഞ്ഞില്ല, സിന്തറ്റിക് ആയിട്ടുള്ള ആന്റിബയോട്ടിക്കിനെ സിന്തസൈസ് ചെയ്യുന്നതാണ്. യൂറിക്കേസ് എന്ന് പറയുന്നത് യൂറിക് ആസിഡിന്റെ പ്രൊഡക്ഷന് യൂറിക് ആസിഡിന്റെ ബ്രേക്ക് ഡൗണിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് യൂറിക്കേസ്. അപ്പം ഇവിടെ വരുന്നത് അമിനോ ആസിഡ് അസൈലേസ് എന്ന് പറഞ്ഞ എൻസൈമാണ് ഡി ആൻഡ് എൽ അമിനോ ആസിഡിന്റെ റെസിമിക് മിക്സ്ചറിലുള്ള ഡി ആൻഡ് എൽ അമിനോ ആസിഡിനെ റിസോൾവ് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് സൈക്ലോഡെക്സ്ട്രിൻ ഗ്ലൈക്കോസിൽ ട്രാൻസ്ഫറേസ്? സൈക്ലോഡെക്സ്ട്രിൻ ഗ്ലൈക്കോസിൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈം സൈക്ലോഡെക്സ്ട്രിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ സിന്തസൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് സൈക്ലോഡെക്സ്ട്രിൻ ഗ്ലൈക്കോസിൽ ട്രാൻസ്ഫറേസ്. സ്റ്റാർച്ചിനെ ഗ്ലൂക്കോസ് ആയിട്ടും അതായത് പ്രോട്ടീൻ ഹൈഡ്രോളിസിസ് ലാക്ടോസിന്റെ ഹൈഡ്രോളിസിസ് ഒന്നും ഇൻവോൾവ് ചെയ്യത്തില്ല. ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, സിന്തസൈസ് സൈക്ലോഡെക്സ്ട്രിൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, which enzyme is used in the paper industry for de-inking and recycling? പേപ്പർ ഇൻഡസ്ട്രിയിൽ ഒരു പേപ്പറിനെ റീസൈക്കിൾ ചെയ്യുന്ന എങ്ങനെയാ? അതിന്റെ ഇങ്കൊക്കെ റിമൂവ് ചെയ്തിട്ട് ആണ് അതിനെ പേപ്പറിനെ ഇതാക്കുന്നത്. അപ്പം അതിന് യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ നോക്കിക്കോ, പെക്റ്റിനേസ് ആണോ, സെല്ലുലേസ് ആണോ, അമൈലേസ് ആണോ, ലിപ്പേസ് ആണോ? ഇവിടെ വരുന്ന എൻസൈം ഡീഇങ്കിങ് ആൻഡ് റീസൈക്ലിംഗ് ഓഫ് ദ പേപ്പർ യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണെന്ന് ചോദിച്ചാൽ സെല്ലുലേസ് ആണ് കേട്ടോ. അപ്പൊ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലും പേപ്പർ ഇൻഡസ്ട്രിയിലും ഒക്കെ വരുന്ന എൻസൈം ആണ് സെല്ലുലേസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ.
നോക്കിയോ, which enzyme is used in baby food production to improve the digestibility? ബേബി ഫുഡില് ഡൈജഷന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേബി ഫുഡ് പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണ്? പ്രോട്ടിയേസ് ആണോ, അമൈലേസ് ആണോ, പെക്റ്റിനേസ് ആണോ, സെല്ലുലേസ് ആണോ? കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെല്ലുലേസ് ആണ്. കാരണം സെല്ലുലേസ് എന്ത് ചെയ്യുന്നു? ഫൈബർ കണ്ടന്റിനെ ബ്രേക്ക് ചെയ്യുന്നു. അങ്ങനെ ബേബി ഫുഡിനെ മോർ ഡൈജസ്റ്റബിൾ ആക്കാൻ വേണ്ടി ഇംപ്രൂവ് ചെയ്യുന്നു. ഓക്കെ, മേക്കിംഗ് ഇറ്റ് മോർ ഡൈജസ്റ്റബിൾ. അപ്പൊ സെല്ലുലേസ് ആണ് കറക്റ്റ് ആൻസർ. Option D is the correct answer. What is the role of uric acid estimation? What is the role of uric in uric acid estimation? Uric acid role in the uric acid estimation la. Option A converts uric acid into allantoin, converts uric acid into glucose, converts uric acid into amino acids, converts uric acid into cholesterol. അപ്പൊ യൂറിക്കേസ് എന്താ ചെയ്യുന്നേ? യൂറിക് ആസിഡിനെ അലൻടോയിൻ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. യൂറിക് ആസിഡിനെ അലൻടോയിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. യൂറിക്കേസിന്റെ റോള് മറ്റൊന്നുമല്ല, യൂറിക് ആസിഡിനെ അലൻടോയിൻ ആക്കുന്നു. അലൻടോയിൻ എന്ന് പറഞ്ഞ് കോമ്പൗണ്ട് ആക്കുന്നു. ഓക്കെ, അങ്ങനെ ഈ അലൻടോയിൻ എത്രത്തോളം ഉണ്ടായിന്ന് അനുസരിച്ചാണ് എത്രത്തോളം യൂറിക് ആസിഡ് ബ്ലഡിൽ പ്രസന്റ് ആണെന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ഡയഗ്നോസ്റ്റിക് എൻസൈംസിൽ വരുന്നതാണ് യൂറിക്കേസ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Which enzyme is used in textile biopolishing? ഞാൻ പറഞ്ഞു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ എപ്പോഴും വരുന്ന ഒരു മെയിൻ എൻസൈം ആണ് സെല്ലുലേസ്. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ ഓപ്ഷൻ സെല്ലുലേസ് ആണ്. ടെക്സ്റ്റൈൽ ബയോപോളിഷിംഗിൽ വരുന്ന എൻസൈം സെല്ലുലേസ്. കറക്റ്റ് ഓപ്ഷൻ ഈസ് സെല്ലുലേസ്. What is the function of catalase in cholesterol estimation? Cholesterol estimation ലെ catalaseന്റെ ഫംഗ്ഷൻ എന്താണ്? Catalase നമുക്കറിയാം, catalase decomposes hydrogen peroxide into water. നമുക്കറിയാവുന്ന ഒരു പ്രോസസ് ആണ് കാറ്റലൈസിന്റെ. നമുക്ക് നോക്കാം കൊളസ്ട്രോളിന്റെ എസ്റ്റിമേഷനിൽ എന്താണ് അതിന്റെ റോൾ. ഫസ്റ്റ് ഓപ്ഷൻ converts cholesterol into glucose. B. break down hydrogen peroxide. C. converts cholesterol into amino acid. D. breaks down protein molecule. Correct option എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, breaks down hydrogen peroxide. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ബ്രേക്ക് ഡൗൺ ഡീകമ്പോസേഷൻ ആണ് കാറ്റലൈസ് നടത്തുന്നത്. കാറ്റലൈസിന്റെ ഒരു കോമൺ റിയാക്ഷൻ ആണ് കേട്ടോ. കാറ്റലൈസ് ഡീകമ്പോസസ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ ടു വാട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which enzyme is used in dairy processing to prevent crystallization in ice cream? ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ ഐസ്ക്രീമിന്റെ ക്രിസ്റ്റലൈസേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറി പ്രോസസ്സിംഗിൽ യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണ്? പെക്റ്റിനേസ് ആണോ, ലാക്ടേസ് ആണോ, ലിപ്പേസ് ആണോ, ഇൻവെർട്ടേസ് ആണോ? ഐസ്ക്രീമിന്റെ ക്രിസ്റ്റലൈസേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് എൻസൈം ആണ് ലാക്ടേസ്. കറക്റ്റ് ഓപ്ഷൻ ഇസ് ബി, ലാക്ടേസ്. ലാക്ടേസ് ആണ്. ലാക്ടേസ് എന്താ ചെയ്യുന്നത്? ലാക്ടോസ് ആയിട്ട് ഹൈഡ്രോളൈസ് ചെയ്യുന്നു. അങ്ങനെ ഹൈഡ്രോളൈസ് ചെയ്യുന്ന വഴി റെഡ്യൂസസ് ക്രിസ്റ്റലൈസേഷൻ. അപ്പം ഡയറി പ്രോഡക്ട്സിൽ ഐസ്ക്രീം ഒക്കെയുള്ള പ്രോഡക്റ്റില് ക്രിസ്റ്റലൈസേഷൻ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പൊ ലാക്ടേസ് ആണ്. അങ്ങനെ ഡയറി പ്രോസസ്സിംഗിൽ ക്രിസ്റ്റലൈസേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എൻസൈം ലാക്ടേസ്. അടുത്ത ക്വസ്റ്റ്യൻ, which enzyme is used for extracting citrus oil? സിട്രസ് ഓയിൽ എന്താ? സിട്രസ് ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രൂട്ടിന്റെ ഉള്ളിൽ, ഫ്രൂട്ടിന്റെ പീലില്ലേ, തൊലി, ഇപ്പൊ നാരങ്ങയുടെ തൊലി അല്ലെങ്കിൽ ഓറഞ്ചിന്റെ തൊലി, അപ്പൊ അതിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് ഈ സിട്രസ് ഓയിൽ. അപ്പം അതിനെ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ഏത് എൻസൈം യൂസ് ചെയ്യണം? നമുക്കറിയാം ഫ്രൂട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഏത് എൻസൈം ആയിരിക്കും? പെക്റ്റിനേസ് ആയിരിക്കും. ലിപ്പേസ് ആയിരിക്കുകയല്ല, സെല്ലുലേസ് ആയിരിക്കുകയല്ല, അമൈലേസും ആയിരിക്കുകയല്ല. അപ്പം ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പെക്റ്റിനേസ്. കറക്റ്റ് ഓപ്ഷൻ ഇസ് സി. ഇപ്പൊ പെക്റ്റിനേസ് എന്താ ചെയ്യുന്നേ? എക്സ്ട്രാക്ട് ചെയ്യുക സിട്രസ് ഓയിൽ. എങ്ങനെ? പെക്റ്റിനെ, ഫ്രൂട്ട് പീലിലുള്ള പെക്റ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പെക്റ്റിനേസ് എന്താ ചെയ്യുന്നത്? പെക്റ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സിട്രസ് ഓയിലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. അപ്പൊ അതാണ്
സിട്രസ് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എൻസൈം എന്ന് പറഞ്ഞാൽ പെക്റ്റിനേസ്. കറക്റ്റ് ഓപ്ഷൻ ഇസ് സി. അപ്പം ഇത്രയാണ് എൻസൈം ആപ്ലിക്കേഷനിൽ വരുന്ന MCQ ക്വസ്റ്റ്യൻസ്. ഇത് കുറെ ഡയഗ്നോസ്റ്റിക് എൻസൈംസും തെറപ്പറ്റിക് എൻസൈംസും കുറച്ച് ഇൻഡസ്ട്രി എൻസൈംസും എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പം അടുത്തൊരു ടോപ്പിക്കിന്റെ MCQ ക്വസ്റ്റ്യൻസുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.